നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് സ്വാഗതം. ബഹുമാനിയെ, ഇന്നലെ നമ്മുടെ ജനങ്ങളെല്ലാം ഇന്ത്യയുടെ 79ാമത് വാർഷിക ദിനവും 80ാമത് ജന്മദിനവും ഒരുമിച്ച് ആഘോഷിച്ചെന്ന് പറയുകയാണ്. അങ്ങനെ ആഘോഷിച്ച് എല്ലാ ഇന്ത്യക്കാർക്കും, ഇന്ത്യൻ പൗരന്മാർക്കും, നമ്മുടെ സഹോദരന്മാർക്കും എൻ്റെയും ഒരു ഗ്രൂപ്പിൻ്റെയും അകമഴിഞ്ഞ ആത്മാർത്ഥമായ ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മാതൃരാജ്യം ജന്മദേശമാണ്, ജന്മനാടാണ്. അതിന് ഒരു സംശയം വേണ്ട. നമ്മുടെ ജീവൻ തെച്ചും മാതൃരാജ്യത്തെ സംരക്ഷിക്കണം. ഓക്കെ, ചില സംഭവങ്ങൾ സൂചിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ കുട്ടി കരയും, പക്ഷേ ഇഞ്ചക്ഷനത്തിൽ പനി മാറുമോ? അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാം, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ സാമൂഹ്യ നീതിക്ക് വേണ്ടി, സമത്വത്തിന് വാദിക്കുന്ന ഒരു മനുഷ്യസ്നേഹി സർവസ്നേഹി കൂടിയാണ്. അത് ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെൻറ്റിൽ ഇന്ത്യൻ ജനസംഖ്യ 47-30 കോടി ഉണ്ടായുള്ളൂ. അത് 4-5 വർഷം കഴിഞ്ഞാണ് നമ്മൾ ഇലക്ഷൻ നടത്തി. അന്ന് 35 കോടി ഉണ്ടായിരുന്നു. 35 കോടി ജനസംഖ്യ ഉള്ളപ്പോൾ സംഘപരിവാരം കണക്ക് 8% മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു. 8% മുസ്ലിം ഉള്ളപ്പോൾ ഏതാണ്ട് 2 സഭകളിൽ കൂടി 150ഓളം മുസ്ലിം MP-മാരുണ്ടായിരുന്നു. റൗണ്ട് അബൌട്ട് അല്പസ്വല്പ വ്യത്യാസം വന്നേക്കാം. അതേ സ്ഥാനത്ത് ഇന്ത്യൻ ജനസംഖ്യ 5 ഇരട്ടി, 30 കോടിയിൽ 150 കോടിയിലേക്ക് എത്തിയപ്പോൾ സംഘപരിവാർ പോലെ മുസ്ലിം ജനസംഖ്യ 8% 15ലേക്ക് വളർന്നപ്പോൾ അത് 2 ഡസൻ പാർലമെൻറ്റിലേക്കും 3-4 രാജ്യസഭയിലേക്ക്, അങ്ങനെ മൊത്തം 10-30ഓളമായി. 5-1 കുറഞ്ഞ്. അത് അറിയണമെങ്കിൽ 20% മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 15% സംഘപരിവാറിന് അത് ഊഹക്കച്ചവടം. ഇത് 20% ഉണ്ട്. 20% 150 കോടി 30 കോടി വരും. അത്ര തന്നെ ജനസംഖ്യ ദളിതുകളുണ്ട്. പക്ഷെ അവർക്കിന്ന് 2 സഭകളിൽ കൂടി 150ഓളം MP-മാരുണ്ട്. 2 സഭകളിൽ കൂടി. അത് റിസർവേഷൻ ഉള്ളതുകൊണ്ട് 20% റിസർവേഷൻ ഉണ്ട്. അത് കാരണം 117-120ഓളം പാർലമെൻറ്റ് MP-മാർ തന്നെ ഉണ്ട്. മറ്റു രാജ്യസഭയിലേക്കും 10-30 പേരുണ്ട്. അങ്ങനെ ഏതാണ്ട് 150 പേര്. അതും റൗണ്ട് അബൌട്ടാണ്, അല്പസ്വല്പ വ്യത്യാസം വന്നേക്കാം. ഇത്രയും വ്യത്യാസം ഒരു സമുദായത്തിൽ ഇന്ത്യയിൽ വന്നിട്ട് മുസ്ലിം സമുദായത്തിലെ മറ്റ് ഇതര സമുദായത്തിലെ നേതാക്കളെ, രാഷ്ട്രമീമാംസകര്, തത്വചിന്തകര്, മനഃശാസ്ത്രജ്ഞന്മാര്, നിങ്ങൾക്ക് ഒരു ഉളുമ്പും ഒരു ലജ്ജയും ഒരു അപാകത ഉള്ളത് തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ നേതാക്കളോടും ബുദ്ധിജീവികളോടും. 180 സ്ഥാനത്ത് വെറും 30 അർഹതപ്പെട്ടിട്ട് 5-1 ഇത്രയും കുറഞ്ഞു പോയപ്പോഴും മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളും സമ്പന്നന്മാരും വിദ്യാസമ്പന്നരും, മറ്റിതര സമുദായത്തിലെ ബുദ്ധിജീവികളും സമ്പന്നന്മാരും തത്വചിന്തകരും, നിങ്ങൾക്കൊരു ലജ്ജ തോന്നുന്നില്ലേ? ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ മേഖലകളിലെയും വളർച്ചയാണ്. നമ്മുടെ ശരീരം ഇത്രയും സുന്ദരമായ ഒരു ശരീര രീതി ദൈവത്തെ കൊണ്ടത് മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രൂപം ഉണ്ടാക്കാൻ നാളിതുവരെ ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രൂപം നല്ലതിനെയാണ്. ആ രൂപത്തിൽ ഒരു കൈ തളർന്നുപോയി, ഒരു കാൽ തളർന്നുപോയി, ഭംഗിയുണ്ടാവോ? ഇല്ല. അപ്പോൾ കൈയും കാലും ഒക്കെ ഒരുപോലെ വളർന്നിരുന്നാൽ മാത്രമേ അതിൽ ഐശ്വര്യവും ശക്തിയും അന്തസ്സും ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരു രാഷ്ട്ര പുരോഗതി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ മേഖലകളിലെയും വളർച്ചയാണ് രാഷ്ട്രപുരോഗതി. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ അങ്ങനെയാണോ? ചില മേഖലകളിൽ, ചില വിഭാഗങ്ങളിൽ അതിൽ മാറ്റം വേണം എന്ന് ബുദ്ധിജീവികളായ രാഷ്ട്രമീമാംസകരെ ആരെങ്കിലും പുറത്ത് പറയുന്നുണ്ടോ? അങ്ങനെ ചിന്തയുണ്ടോ? മുസ്ലിങ്ങൾ അവർ പോയി 5 രൂപ കുറഞ്ഞാൽ എന്താ? സംഘപരിവാറിൻ്റെ ഒരു ചോദ്യം നടക്കുന്നുണ്ട്.
കാരണം 8% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ 15% നമുക്ക് പറ്റില്ല, ഇനിയൊരു 20% ആയിക്കഴിഞ്ഞാൽ ഇവിടെ കെടുത്തൂല എന്നൊരു പരാതി. എൻ്റെ പൊന്ന് സംഘിക്കുട്ടന്മാരെ, അജ്ഞരെ, നിരക്ഷരെ, ഇന്ത്യൻ ജനസംഖ്യ 47-30 കോടിയായിരുന്നു, ഇപ്പോൾ 150 കോടിയായി. 47 മുക്കാൽ നൂറ്റാണ്ട് കൊണ്ട് 5 ഇരട്ടി വർദ്ധിച്ചു ഇന്ത്യൻ ജനസംഖ്യ. ബുദ്ധിയുടെ അംശം കൊണ്ട് ഈ ചാണകം തിന്നാത്ത സംഖ്യ മനസ്സിലാക്കണം. 5 ഇരട്ടിയായി വർദ്ധിച്ചപ്പോൾ മുസ്ലിം ജനസംഖ്യ വെറും ഇരട്ടി പോലും ആയിട്ടില്ല. നിങ്ങളുടെ കണക്ക് വെച്ച് 8-15 ആയാൽ ഇരട്ടിയാവില്ല. 90% ഇരട്ടിയാവില്ല. ഇരട്ടിയാണെങ്കിൽ 16 വേണ്ടേ? അപ്പോൾ മറ്റ് സമുദായങ്ങൾ 5 ഇരട്ടി വർദ്ധിച്ചപ്പോൾ മുസ്ലിം സമുദായം ഇരട്ടി പോലും ആകാത്തത്, അതാണ് കുറ്റം കാണുന്നത്. അപ്പം ചന്തിക്കടിക്കണ്ടേ ഈ തെമ്മാടികൾക്ക്, ചന്തിക്കടിക്കണ്ടേ ഇങ്ങനെ അജ്ഞതയും അസത്യവും പറയുന്നത്? നിങ്ങൾ സത്യം പറഞ്ഞ് ഭരണം കത്തിക്കുക. ഞങ്ങൾക്കൊരു പരാതിയില്ല. അത് രജിസ്റ്റേർഡ് പാർട്ടിയാണ്, സംഘപരിവാർ നയിക്കുന്ന BJP രജിസ്റ്റേർഡ് പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി. നമുക്ക് അതിൽ പരാതിയില്ല, നിങ്ങൾക്ക് അവകാശമില്ലേ? നിങ്ങൾ സത്യം പറഞ്ഞ് ഭൂരിപക്ഷം നേടി ഭരിക്കുന്ന ഈ ചതിവും കടിയും മാറ്റിവെക്കുക. അവിടെയാണ് വിഷയം ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ അന്ധമായി RS വിരോധമോ അന്ധമായി BJP വിരോധമോ ഒന്നുമില്ല. നമുക്ക് ആരോടും പ്രത്യേക സ്നേഹമില്ല, വിരോധമില്ല. പ്രശ്നാധിഷ്ഠിതമാണ് നമ്മുടെ സമീപനം. അല്ല, ആരോടും പ്രത്യേക താല്പര്യമില്ല, പ്രത്യേക വെറുപ്പുമില്ല. അപ്പോൾ ഇനി കേരളത്തിലേക്ക് വന്നാൽ, അതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ 7% സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ ഉടമകളായിരുന്നു, 7%. അത് കുറഞ്ഞു 1% BJP വന്ന ശേഷം -1 അതിലൊന്നും പരാതിയില്ല. എന്നിട്ട് പറയുമ്പോൾ ഈ തെമ്മാടിക്കൂട്ടുകൾ, സംഘപരിവാർ മാത്രമല്ല, അങ്ങനെയുള്ള തെമ്മാടിക്കൂട്ടുകൾ പറയുന്നത് എല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോയി എന്നാണ്. അങ്ങനെയല്ലെന്ന് പറയും ഏതെങ്കിലും മുസ്ലിം നേതാവിൻ്റെ വായി തുറയും. ഒന്നുകിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളിക്ക് പുറത്ത്. ചില തീവ്രവാദികൾ പറയും, അവർ തീവ്രവാദികളാണ് കളയും. മിതവാദികൾ വേണ്ടില്ല. ഇപ്പം ലീഗ് മിതവാദികളാണ്. എന്നാലും ഞാൻ 150ഓളം MP മാരുണ്ടായപ്പോൾ ഒരു മരിച്ചുപോയ മന്ത്രി ചോദിക്കുകയാണ്, അങ്ങനെയാണോ ഷാന്ന്? അത് വീരമുള്ള ആളൊന്നുമില്ല, സാമാന്യ ബുദ്ധിയുള്ള ഒരു നേതാവ് അങ്ങനെ വളർത്തിക്കൊണ്ടതാണ്. അതാണ് നമ്മൾ ചിന്തിക്കണം, കണക്ക് പിടിക്കണം, നമ്മുടെ അവകാശം ചോദിക്കണം. അവകാശം ചോദിക്കും ഒരിക്കലും വർഗീയതയിലിടും. എന്താ നമ്മുടെ അവകാശം? ജനസംഖ്യക്ക് ആനുപാതികമായിരിക്കും നമ്മുടെ അവകാശങ്ങൾ കണ്ടത്. ജനസംഖ്യക്ക് ആനുപാതികമായിരിക്കും. ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ വഴി പറയും ഇംഗ്ലീഷിൽ. അതാണ് ഷായിസം എന്ന് പറഞ്ഞത്. അംബേദ്കറിസം പോലും ഇസം തന്നെയാണ്. ഇന്ന് നിങ്ങൾ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് കാലം കഴിയും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് തലവാദിയുടെ കളി ഇത് പ്രയോഗിക്കുമ്പോൾ ഇതെല്ലാം നിന്ന് ഷാ പറഞ്ഞത് നിങ്ങൾക്ക് പറയും. ആയിക്കോട്ടെ, മേബി, നമുക്ക് പരാതിയൊന്നുമില്ല, നമ്മൾ ആളാകുമ്പോൾ ആഗ്രഹമില്ല. പക്ഷെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് നമ്മുടെ കടമയാണ്, അവകാശമാണ്, ഔദാര്യമല്ല. ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെ മനസ്സിലായില്ലേ ഇന്ത്യയിലെ ഇന്നത്തെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രീതി? ഈ സമുദായത്തിൻ്റെ ഇത്രയും വളർച്ച പുരടിച്ച ഒരു സമുദായം ഇന്ത്യയിൽ ദളിത് പോലും ഇല്ലെന്ന്. ദളിത് 150 MP മാരില്ലേ? അത്ര ജനസംഖ്യ മുസ്ലിങ്ങളോട് 30 പേര്, 5-1. അപ്പോൾ ദളിതന് പോലും ഇല്ലെന്നാണ്. മറ്റ് സാമ്പത്തികമായിട്ട് ചോദിക്കാൻ ദളിത് മോശമാണെന്ന് പറയുന്നത് അത് വേറെ കാര്യം. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്ന്, കൊച്ചു കേരളത്തിലേക്ക് വന്നാലേ ഈ പറയില്ല KPC പ്രസിഡന്റ് ആരാകണം എന്ന ചർച്ചകൾ ദിവസങ്ങളായി ചർച്ച പറഞ്ഞിട്ട്. മന്ത്രിസഭ രൂപീകരിച്ചിട്ട് മാസം 3 ആയിട്ടായി. ഇതേപേര് തീരുമാനം പറ്റില്ല. ഈ ഗ്രൂപ്പുകളിൽ പാമ്പും കോണി കളി. ബെന്നി ബെഹനാൻ വേണോ, മറ്റേ ആൾ വേണോ, പിന്നെ ഷാഫി പറമ്പിൽ വേണോ എന്നുള്ള ചോദ്യമാണ്. ഏടും മരമണ്ടന്മാര് ഷാഫി പറമ്പിൽ കൊടുത്താൽ എന്താ കുഴപ്പം? 40% ജനസംഖ്യയുള്ള കേരളത്തിൽ, മുസ്ലിം കേരളത്തിൽ ഷാഫി പറമ്പിൽ മുസ്ലിമിൻ്റെ പേരിൽ വന്നുകൊണ്ട് ഒരു മെച്ചമില്ല. മാത്രമല്ല മുസ്ലിം പ്രേമിയല്ല, മുസ്ലിം സ്നേഹിയല്ല. ഇനി മുസ്ലിം ആണോന്നും പിന്നെ സംശയിക്കേണ്ടി വരുന്നത്, അത് വേറെ കാര്യം. ഇവിടെ എല്ലാം വാക്കർത്താണ് നോക്കുന്നത്, അല്ലാതെ ഉള്ളിൻ്റെ കാര്യമല്ലോ. കാരണം അത് പറയാൻ കാരണം സത്യപ്രതിജ്ഞ, ദൃഢപ്രതിജ്ഞ എന്ന് നിരീശ്വരവാദികൾ മാത്രമാണ്. നിരീശ്വരവാദികളല്ല, യുക്തിവാദികൾ. അല്ല, യുക്തിവാദി, നിരീശ്വരവാദി മാത്രമാണ്. എന്നിട്ട് അവിടെ ചെയ്ത് പുള്ളി എന്നിട്ട് വലിയ നേട്ടം കിട്ടി. ഇപ്പം പുള്ളി എന്താണ് ഇവരാണെന്ന് പറഞ്ഞല്ലോ, ജിഹാദികളാണെന്നല്ലേ സംഘപരിവാരൊക്കെ പറഞ്ഞത്. സംഘപരിവാറിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ദൃഢപ്രതിജ്ഞ ചെയ്തത്. ഞാൻ മുസ്ലിമായിട്ട് വലിയ ബന്ധമില്ല എന്നൊക്കെ പറയിക്കാൻ വേണ്ടിയായിരുന്നു. പൊന്നെ മോനെ, ഇക്കാനെ പാഠം പഠിപ്പിക്കില്ല കേട്ടോ. എങ്കിലും പറയുന്നത് ഒരു നാമധാരി ഇരിക്കട്ടെ, എന്താ കുഴപ്പം? ഇപ്പം എന്താണ് നമ്മൾ പള്ളിമുക്കിൽ
പള്ളിക്കുള്ള സ്വർണ്ണം ഉദ്ഘാടനം ചെയ്ത്. എന്ന് ഉദ്ഘാടനം ചെയ്തു? 26-ാം തീയതി. ഒരു മൂർച്ചയ്ക്ക് നാമമില്ല. 26-ാം തീയതി രാവിലെ 10 ഇറങ്ങിയപ്പോഴും അന്ന് 8 മണിക്ക് 10 കിട്ടി, 10 മണിക്ക് വിളിച്ചു. അപ്പോഴേക്കും എനിക്ക് മെസ്സേജ് ഒന്നും ഇത് എങ്ങനെയുണ്ട് വിളിച്ചു. ജഗന്നാഥ് വർമ്മ. അദ്ദേഹം അത് മാന്യമായിട്ട് പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി. ഞങ്ങൾ പറഞ്ഞു പരാതിയല്ല സാർ, ഒള്ളി പരിഭവം. ഈ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പരിഭവം പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല. പരാതി പറഞ്ഞ് പോയി പോയി ഞങ്ങൾക്ക് തരാം. പരാതിയില്ല, പരാതികൾ പറയില്ല. കാരണം ആവശ്യം പരിഭവം സ്നേഹത്തിൻ്റെ പേരില്ല. അവർ പിറ്റേ 22-ാം തീയതി നമ്മുടെ ബഹുമാനിയ മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടിയിൽ കൊച്ചിക്കാരനായ MLA ഷിഹാസിനെ വെച്ചു. ഓക്കെ, ആ പരിഗണന കിട്ടി, അത് മതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ പോയിട്ടില്ല ഒരു പേര്. ഇന്നിപ്പോൾ റീഗൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടി നമ്മുടെ പ്രിയങ്കരിയായ അവർ ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെയൊക്കെ ഞാൻ തിരക്കായത്, പല പല കാര്യം തിരക്കായത്. ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിളിച്ചു, മാഡത്തെ വിളിച്ചു പറഞ്ഞു. മാഡം എടുത്തത്, മാഡം ഇങ്ങനെ ഞങ്ങൾക്ക് ചെറിയ പരിഭവം കാര്യം. അവർ ശരി, അവരെല്ലാം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വേണ്ടപോലെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു. ഒന്ന്, ഒരു 1 വർഷം ജോർജ് ഒക്കൽ ഭാഗത്ത് അരികിലൂടെ വലിയ ഉദ്ഘാടനം നടത്തി. ഇന്നല്ല 15 വർഷം അന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എവിടെയാണ്? കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. ഒരു മുസ്ലിം നാമധാരികൾ കണ്ടില്ല. ഞാൻ വിളിച്ചു. ഞാൻ വിളിക്കാൻ എനിക്ക് ഞാൻ ഈ വോയിസ് ഓഫ് ഇന്ത്യൻ മുസ്ലിം ജമാഅത്ത് 30 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതിലേക്ക് എല്ലാ സ്ഥലത്തും ഇന്ത്യക്ക് വെളിയിൽ നിന്നും കേരളത്തിലും ഒക്കെ ഒരു മെസ്സേജ് പറയശേഷം എല്ലാം തന്നെ. അപ്പോൾ ഞാൻ വെറുതെ വിളില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു കാര്യം. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? 2 ആഴ്ചക്കുള്ളിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഉദ്ഘാടനം വെച്ചുകൊണ്ട് അതിനേക്കാൾ വലിയ പരിപാടി നടത്തി. ആ അരിമില്ല് ഇന്നും മുന്നോട്ട് പോവുകയാണ്. അതിനുമ്പോൾ വേറൊരു മില്ലെടുത്തി, അദ്ദേഹം പരിഗണിച്ചില്ല. അത് കൂട്ടി വിപ്രോക്ക് ഒറ്റ കൊടുക്കേണ്ടി വന്നു, കൂട്ടിപ്പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ജനസാമാന്യം ആണ് ഇന്ത്യയിൽ, കേരളത്തിൽ, ലോകത്ത് ലക്ഷറി അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നത്. ക്രിസ്ത്യൻ സമുദായം ഞാൻ കുറ്റപ്പെടുത്തല്ല. 90 അടി 10 ഒപ്പി 100 കൊടുത്ത് ബ്ലേഡിൽ പലിശ കൊടുക്കുന്ന സംവിധാനം അവർക്ക്, അല്ലെങ്കിൽ ബാർ കൊടുക്കുന്ന സംവിധാനം, അവർ ലാഭമാണ്, ഉപയോഗിക്കില്ലെന്നല്ല. പക്ഷേ ഇതുപോലെ ലക്ഷറി അതൊന്നും ഉപയോഗിക്കില്ല. ഹിന്ദു സമുദായം അറിയാമല്ലോ, നായേഴ്സാണ് കേരളത്തിലുള്ളൂ. നായരൊന്നും എത്ര ആകെ 9% ഉള്ളൂ. അവർ എത്ര വാങ്ങിക്കില്ല എന്നല്ല, വാങ്ങിക്കുകയും ചെയ്യും എന്നാൽ എത്ര ഉള്ളൂ. മറ്റു 40% ഇല്ലേ, അതിൽ വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ ഓർക്ക് എറണാകുളത്ത് പ്രധാന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിറഞ്ഞിരിക്കുന്ന താത്താമാരെ കൊണ്ടാണ് പർദ്ദയിട്ട് നിങ്ങൾ പോയി ഒരു ദിവസം ഇരുന്ന് നോക്ക്. അവരുടെ സ്ഥാപനം നിലനിൽക്കുന്നത് ഈ താത്താന്മാർ കാശുകൊണ്ടാണ്. കാരണം അവരത് യാതൊരു വ്യായാമതിയുമില്ല. ക്രിസ്ത്യൻ പെൺകുട്ടികൾ കുറച്ചുകൂടി ബോധമുള്ളതുകൊണ്ട് അവർ ശരീരം ശ്രദ്ധിക്കും, ഇത് ശ്രദ്ധിക്കില്ല. അവസാനം ഹോസ്പിറ്റലിലേക്ക് മറ്റു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പക്ക കത്തോലിക്ക ഹോസ്പിറ്റലാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയേക്കാണ്. കാരണം കഷ്ടം നഷ്ടപ്പെടരുത്. അവർക്ക് ബുദ്ധിയാണ്, ബിസിനസ് മൈൻഡാണ്, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ പണ്ട് കാലത്ത് വെള്ളം കൂലികളായും വരംവെട്ടികളായും കാലിച്ച കച്ചവടക്കാരെയൊക്കെ കണക്കാക്കിയ മുസ്ലിം അല്ല സാർ ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ പൊതുവെ പ്രത്യേക കാലത്ത്. അവർ വിദ്യാസമ്പന്നരാണ്, സമ്പന്നരാണ്, സാംസ്കാരിക ഉയർന്നവരാണ്, ബുദ്ധിശാലികളാണ്, മിടുക്കന്മാരാണ്. പക്ഷേ അതിൽ 1% പോലും ഇത് RS ഇന്ത്യയില്ല എന്നുള്ള പോലെ 1% താഴെ കുറച്ച് തീവ്രവാദികളുണ്ട്. തീവ്രവാദം വന്നാൽ ബുദ്ധി വികസിക്കില്ലല്ലോ, അവർക്ക് എല്ലാം ആവേശമല്ലോ. ആവേശമൊന്നും ഒരിക്കലും ബുദ്ധിമാന്മാരല്ല. ഒരു ബുദ്ധിമാൻ ഒരിക്കലും ആവേശം കാണിക്കില്ല. അത് ഒരു ബുദ്ധിമാൻ ഒരിക്കലും തീവ്രവാദിയാവില്ല. അത് ഒരു ബുദ്ധിമാൻ RSS ആവില്ല. കാരണം അതിൻ്റെ പോളിസി തെറ്റാണ്, ഐഡിയോളജിക്കൽ ലോസ്റ്റാണത്. അല്ലേ പറഞ്ഞത് 100 വർഷമായിട്ടും ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് കുറച്ച് ഉദ്യോഗ ലെവലിലും ബിസിനസ് ലെവലിലും വളർന്നല്ലതെ മൊത്തം സമുദായത്തിൽ എന്ത് വളർച്ചയുണ്ടായി? ഹിന്ദു സമുദായത്തിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSSനെ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി കൊടുത്തത്? മൊത്തത്തിൽ വളർന്നിട്ട് കോൺഗ്രസ് ഭരിക്കുമില്ലെന്നല്ല, RSSനെ കൊണ്ട് 100 വർഷമായല്ലോ, അവരാണ് എല്ലാം ഏറ്റാണ്. പക്ഷെ അവർ കുറേ അപ്പോൾ മുസ്ലിം ലീഗ് വളർന്നു വന്ന് അവർ കുറേ ആൾക്കാർക്ക് പണമുണ്ടായി, ജോലിയായി, മറ്റേതില്ല. മുസ്ലിം സമുദായത്തിൽ അതുകൊണ്ട് പ്രത്യേക ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ RSSന് എന്തുമായിട്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലേക്ക് എടുക്കാം. എന്താണ് KPCC പ്രസിഡന്റ് ഒരു മുസ്ലിം ആകണമെന്ന് മുറവിളി കൊള്ളിയിട്ട് കുറേ ഞങ്ങളിൻ്റെ കുറേ വർഷമായി തുടങ്ങി. അതിന് ന്യായമുണ്ട്. 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ 1/3 മാത്രമാണ് ലീഗ്, ബാക്കി 2 ഭാഗം പുറത്ത് കിടക്കാണ്. അതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റായത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുമാർ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കംപ്ലീറ്റും ഒരു 3% ബാക്കി 97% മുസ്ലിം വോട്ടും കിട്ടിയിരിക്കുന്നത് UDFിനാണ്. അത് ബാബയ്ക്ക് ശേഷം എൻ്റെ 60 നൂറ്റാണ്ടായിട്ട് ഒരു മുസ്ലിം വന്നിട്ടില്ല. അവൻ ചോദിക്കും ഹസൻ വന്നില്ലേന്ന്. ഹസൻ വന്നും വരാത്ത ഒരുപോലെ.
കാരണം അസുനും അറിയാതെ അസുൻ നിയമിച്ചതും അറിയാം. അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അന്ന് തന്നെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പകരം ആളെ വയ്ക്കും. ഇത് ഒരു മാസം കഴിഞ്ഞ് അസനെ പേര് പ്രഖ്യാപിക്കണം. പറ്റില്ല, അസനോ ആ പേര് പ്രഖ്യാപി വരട്ടെ. ചാണ്ടി മുതൽ ഉമ്മൻ മുതൽ ഗിണ്ടി മുതൽ എല്ലാം പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ ഇത് പേര് പ്രഖ്യാപിച്ചത്. എടോ കാക്കമാർ, നിങ്ങൾക്ക് ബുദ്ധിയിലേക്ക് ഒന്ന് മനസ്സിലാക്ക്, ഞങ്ങൾക്ക് ഇത്ര കാലം ഉണ്ടാവും. എന്നിട്ട് ആ മനുഷ്യൻ യാസിനോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമൊന്നുമില്ല. കാരണം മണ്ടനുമാണ്, സമുദായമായിട്ട് ഒരു ബന്ധുവില്ല, അതായത് ഒറ്റപ്പെട്ടോട്. അവരവൻ്റെ സമുദായത്തിൽ ബന്ധുവില്ലെങ്കിൽ അവന് വിലയില്ല. ആദ്യമായിട്ട് നമ്മൾ പിന്നെ എൻ്റെ സമുദായം, പിന്നെ സമൂഹം, അങ്ങനെ അതിൻ്റെ ക്രമം അത് വെച്ച് നോക്കുക. സമുദായത്തിൽ പേരില്ലെങ്കിൽ ഇപ്പം ഞാനാണെങ്കിലും നടക്കൂല. ഞങ്ങൾ കുടുംബ യോഗം കൂടി കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്തത് അത് ഇതന്നെ പറഞ്ഞു. അപ്പം അത് പോട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ അസൻ ജാഥ അയച്ചില്ലേ കാസർഗോഡ് ട്രിവാൻഡ്രത്തേക്ക്. ആ ജാഥ അയച്ച് 15 ദിവസം പരിപാടിയാണ്. 7 ദിവസം ഇവർ തൃശ്ശൂരെത്തി. ആ തൃശ്ശൂർ വന്നപ്പോൾ ഇന്നത്തെ എന്താണ് ആഭ്യന്തരമന്ത്രിയും പണ്ട് പ്രതിപക്ഷ ഏതൊക്കെ രമേഷും ഉമ്മൻചാണ്ടി കൂടി പുതിയ പ്രസിഡന്റ് നിയമിക്കാൻ കൊണ്ട് ഡൽഹിക്ക് പോയത്. എന്നാൽ ഉമ്മൻചാണ്ടി മരിച്ച് ആ മണ്ടന്മാർക്ക് പറയാതില്ലോ എന്തെങ്കിലുമായിട്ട് ജാഥ നയിച്ചില്ല, അത് ട്രിവാൻഡ്രത്ത് എത്തിക്കിട്ടെ. പൂർത്തിയാക്കിയില്ല, പൂർത്തിയാക്കിയ ആളായി പോകും. അത് പൂർത്തിയാക്കുക, അത് അപ്പോൾ തകർന്നല്ലോ. തകർന്ന് അത് വിജയിച്ചില്ല. ആ മണ്ടൻ അത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പം രാജിവെക്കട്ടല്ലേ. എന്നെ അവഹേളനത്തിന് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ ഒറ്റപ്പെടുത്തലും അവഹേളനമാണ്. അത് ഏറ്റവും വലിയ സങ്കടം, ശിക്ഷ. ഒറ്റപ്പെടുത്താന്നുള്ള, അവഗണിക്കാന്നുള്ള അവഗണനയല്ലേ. ഒരു APC പ്രസിഡന്റ് ജാഥ നയിച്ച് തൃശ്ശൂർ വന്ന സമയത്ത് അന്ന് ഡൽഹിക്ക് പറഞ്ഞേക്കൂടെ ഉമ്മൻചാണ്ടിയും രമേഷും കൂടി. എനിക്ക് ആരെയും പേരെടുത്ത് പറയാം, എനിക്ക് ആരോടും പറ്റി കടപ്പാടിലും ബാധ്യതയില്ല, ഞാൻ ഇവിടെ സഹായിച്ച് പോടില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത അദ്ദേഹം മാറിപ്പോയി. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഒട്ടൊക്കെ വെച്ച് പ്രായമായി പറ്റില്ല. അതിനുശേഷം ഒരാളെ വച്ചോടൂ. KPC പ്രസിഡന്റ്, KSU പ്രസിഡന്റ്, പിന്നെ വനിതാ പ്രസിഡന്റ്, പിന്നെ INTUC പ്രസിഡന്റ്, മറ്റെല്ലാ സംഘടനയിലും 40% കിട്ടേണ്ട വിഭാഗത്തിന് 10% കിട്ടിയിട്ടുണ്ടോ? ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു മുസ്ലിം സമാജമായിട്ട്. അത് ആ പെണ്ണിൻ്റെ പേരുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ആ കോടീശ്വരി. ഇപ്പം അവരെ മാറ്റി ആര്യാക്കണം ഐഷ പൂറ്റി. 18 വയസ്സുണ്ടെന്ന് ഐഷ പൂറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ആനുകൂല്യം അവിടെ സീറ്റ് കിട്ടാലും നേരെ ഇവിടെ വന്നാണ്. അത് കോൺഗ്രസ്സുകാർ നായരെ പോറ്റി ഉയർന്ന വിഭാഗങ്ങൾ എടുത്ത് ഒരു സീറ്റ് കൊടുത്ത്. ഐഷ പൂറ്റി അല്ലെങ്കിൽ അത് രാജഭവൻ തോറ്റുപോയിട്ട് വരെ ഐഷ പൂറ്റി വേണ്ടി മാത്രമാണ് അവർ രാജഭവൻ ജയിച്ചത്. അത് മനസ്സിലാക്കി കോൺഗ്രസ് നേതാക്കൾ അറിയില്ലല്ലോ. അത് ഇപ്പോൾ പേര് വന്ന് എന്താണ് പേര് പറഞ്ഞു പരിശോധിക്കാം. ഒന്ന് ബെന്നി ബെഹനാൻ കുഴപ്പമൊന്നും, ശാന്തനാണ്, കുഴപ്പമില്ല. പക്ഷെ എത്ര വോട്ടുണ്ട്? ഇപ്പം ഞാനിപ്പോഴാണ് ഈ വോട്ടിൻ്റെ പാറ്റേൺ പറയേണ്ടത്. ഇതത് കേട്ടോളൂ, തെറ്റിന് നിങ്ങൾ തിരുത്താം. ഈ ബെന്നി ബെഹനാൻ്റെ പാർട്ടിയാണ് ക്രിസ്ത്യൻ സമുദായമാണ്. അതിൽ തന്നെ പിരിവുകൾ വേറെ ABCD EF വരെയൊക്കെ ഇടപെട്ടെ. മൊത്തം എടുത്ത് 15%. കോൺഗ്രസ്സുകാരെ നെറികേട് മാറ്റിയിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പറയുന്നത്. മറ്റൊരാൾ നിങ്ങളോട് പറയില്ല, അതൊക്കെ റാബുളി നിൽക്കുള്ളൂ. 15%. അല്ല, 5% കൺവെർട്ട് ക്രിസ്ത്യാനി, ബാക്കി 10%. 10%-ൽ 5%, 50% വോട്ട് കോൺഗ്രസും ബാക്കി 30-50% വോട്ട് BJPയും കമ്മ്യൂണിസ്റ്റും. എന്ന് പറഞ്ഞാൽ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് UDF കഴിഞ്ഞ ഇലക്ഷൻ കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ മാത്രം പറയുമ്പോൾ പറയുന്നില്ല. അപ്പോൾ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യൻ സമുദായത്തെ മൊത്തം കിട്ടിയത്. ഗ്രൂപ്പൊന്നും ഞാൻ പറയുന്നില്ല, മൊത്തം പറയുന്നത്. ആ ആൾ പ്രസിഡന്റ് ആക്കാൻ വേണം അവകാശമാണ് വയ്ക്കുന്നത്. ക്രിസ്ത്യാനിക്ക് വേണം, കത്തോലിക്കിന് വേണം, MP കൂടിയാണ്. MP വരുന്നത് ആക്കപ്പാടെ നിർത്തുകയാണ്. ആ വ്യക്തിയായിട്ട് എൻ്റെ വളരെടുത്ത സുഹൃത്താണ്, എൻ്റെ നേതാവാണ് പുള്ളി. ആകുന്നത് എനിക്ക് ഒരു തടസ്സമില്ല. പക്ഷേ വോട്ട് ബാങ്ക് നോക്കണ്ടേ, വോട്ടിംഗ് പാറ്റേൺ നോക്കണ്ടേ, അതാണ്. പിന്നെ കൊടിക്കുന്നിൽ ഇപ്പോൾ ഏതാണ്ട് ഔട്ടായി. പിന്നെ വേറെ ലിജോ വരുന്നുണ്ട്. പിന്നെ ഒരാൾ മാത്യു കുഴിനാട്, അതും ഇതില്ല. പിന്നെ വേറെ ആൾ കൂടി, ഇത് 3. അതേസമയത്ത് 40% വോട്ടാണ് മുസ്ലിം സമുദായത്തിലുള്ളതിൽ. അതിൽ വോട്ട് കിട്ടിയ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈഴ് വിഭാഗം 23%. അത് ഏതാണ്ട് 85% LDFിനാണ് പോയിരിക്കുന്നത്. ബാക്കി 15%-ൽ പകുതി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും പകുതി BJPക്കും. അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 100 വോട്ട് വന്ന് ചെയ്യുമ്പോൾ ഒരു 7 വോട്ടാണ് UDFിന് കിട്ടുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. കണക്കറിയില്ലെങ്കിൽ കണക്ക് മനസ്സിലാക്കണം. മറ്റ് ദളിതുകൾ അത് 9% ഉള്ളൂ. 11 ഉണ്ടായപ്പോൾ 9% ഉള്ളൂ. 8, 1, 9. 9% ഉള്ളതിൽ ഒരു 65% LDFിൽ എപ്പോഴും.
ബാക്കി 30% ഇരിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ 100 വോട്ട് വന്ന് കഴിയുമ്പോൾ ഒരു വോട്ടം ദളിതിൻ്റെ വോട്ട് UDF കിട്ടുന്നത്. പിന്നെ ആരാ മെയിനായിട്ടുള്ളത്? നായേഴ്സാണ്. 9% അതിൽ 65-70% വ്യക്തിപരമായിട്ടും ഗ്രൂപ്പ് നോക്കിയാലും സംഘപരിവാർ അനുഭാവികളും BJP അനുഭാവികളാണ്. അപ്പോൾ ഇതിന് 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് പോലും നായേഴ്സിൻ്റെ UDF കിട്ടിയിട്ടില്ല. എന്നിട്ട് 5-6 നായന്മാർ കളിച്ച് എല്ലാം പണി. ഇപ്പോൾ പോറ്റിക്കാണ് KPC പ്രസിഡന്റ് മറ്റ് എനിക്ക് നായർക്ക് എല്ലാം കിട്ടിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെ അല്ലെങ്കിൽ മൂത്ത ജാതി പോലെയല്ല, ഒറ്റപ്പെടുത്തല്ല. പക്ഷെ വോട്ട് കിട്ടണ്ടേ? ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ UDF ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ട പാട് നിസ്സാരമൊന്നുമില്ല. സതീഷ് ഓടി കിടന്നിട്ടാണ്, അല്ലെങ്കിൽ ഫാറൂഖ് അബ്ദുള്ള, അല്ലാതെ ഷാഫി ഓടി കിടന്നിട്ട് വോട്ട്, അതൊന്നും അല്ല. ഞങ്ങൾ വളരെ തന്ത്രമായിട്ടും യുക്തിപരമായിട്ടും സത്യസന്ധമായിട്ടും UDF ഇത്തവണ ജയിപ്പിച്ചില്ലെങ്കിൽ അതായത് ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോഴേ ബദർ യുദ്ധത്തിൽ പ്രവാചകൻ ഇങ്ങനെ നടക്കാണ്. അപ്പോൾ യുദ്ധത്തിൽ അവർ 33 പേരുള്ളൂ, 330 ഉള്ളൂ, മറ്റൊരു 1000 പേരുണ്ട്. യുദ്ധം തോറ്റു പോവാണ്. അങ്ങ് നിൽക്കുമ്പോഴാണ് പ്രവാചകൻ സുജൂദ് ചെയ്യാതെ ഇങ്ങനെ മുട്ടുകൊത്തൂല. അത് അപ്പം അള്ളാഹുവിനുള്ള ഒരു ദ്വായുണ്ട്. എന്താ ദ്വാ? പടച്ചവനെ അള്ളാഹുവെ, ഈ സമയത്ത് നിന്റെ അമാനുഷ്യ കഴിവ് പ്രയോഗിച്ചില്ലെങ്കിൽ നിന്റെ പേര് ഉച്ചരിക്കാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ല എന്ന് ഒറ്റ ദയാവായ്പുള്ള സങ്കടത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ചരിത്രം വിശ്വസിക്കുന്നത് അല്ലാത്ത വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഇതാ പ്രാർത്ഥന അങ്ങോട്ട് തീർന്നതിന് മുമ്പായിട്ട് മലക്കുകൾ ഇറങ്ങാണ്. ഈ മലക്കുകൾ ഇറങ്ങുന്നതും യുദ്ധം ചെയ്യുന്നതും മറ്റുള്ള കൊല്ലുന്നതും ഒക്കെ പ്രവാചകന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ അമാനുഷ്യ കഴിവുള്ളവർ കാണുന്നുണ്ട്, മറ്റാർക്കും അറിയില്ല. യുദ്ധത്തിൽ വിജയിച്ചു. അതുപോലെ ഈ സമയത്ത് UDF ജയിച്ചില്ലെങ്കിൽ പിന്നീട് വരുന്ന വലിയ അപകടം എന്ന് വെച്ചാൽ ഞങ്ങൾ UDF ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുപടി പാടുപെട്ട്. അത് സതീഷിനെ വലിയ ആളാക്കാനോ അല്ലെങ്കിൽ വലിയ ആളാക്കാനല്ല. UDF എന്നൊരു പ്രത്യേക ശാസ്ത്രമുണ്ട്. അത് നിലനിന്നില്ലെങ്കിൽ UDF തകർന്ന അതെല്ലാം BJPയിലും കമ്മ്യൂണിസ്റ്റിലും പോവും. പിന്നെ BJP മുന്നണിയും കമ്മ്യൂണിസ്റ്റ് മുന്നണിയും മാത്രം. അത് അപകടമാണ്. അതുകൊണ്ട് ഞങ്ങൾ യാതൊരു വിരോധം പറയുന്നില്ല. വോട്ട് കിട്ടി BJP ഭൂരിപക്ഷം കിട്ടിയാൽ ഭരിക്കട്ടെ, നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന കക്ഷി അംഗീകരിക്കുന്നത് ഇസ്ലാമിൽ ഈമാൻ്റെ ഭാഗം, ഈമാൻ വിശ്വാസ ഭാഗം കൂടി. അത് നമ്മൾ പറയും. ഇവിടെ ചെയ്ത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് ജയിപ്പിച്ചെടുത്തത്. അല്ലാതെ ഇവർ ഈ 9 100 വോട്ട് 1 വോട്ട് കിട്ടില്ല. അതിന് മൊത്തം കണക്ക് പറഞ്ഞാൽ 5-3-8 8 വോട്ടാണ്. ആകെ 43% വോട്ടാണ് UDF കിട്ടിയെങ്കിൽ അതിൽ 8% കിട്ടിയിരിക്കുന്നത് ഈ നോൺ മുസ്ലിമിൽ നിന്ന്. മുസ്ലിമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബാക്കി 43-8 35 തൊട്ട് 35 വോട്ട് കിട്ടിയിരിക്കുന്നത് ഈ മുസ്ലിം വോട്ടാണ്. കാരണം മുസ്ലിം സമുദായത്തിൽ 97% വോട്ട് UDF ചെയ്ത്, അത് ഒറ്റ വോട്ട് ചെയ്യുകയും ചെയ്ത്. അതൊക്കെ വളരെയധികം ട്രെയിനിങ് കൊടുത്തിട്ട് എല്ലാവരും ഞങ്ങൾ കൊടുത്ത് കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയ സ്ഥാനത്ത് കേരളത്തിൽ KPC പ്രസിഡൻ്റാക്കാൻ ഇപ്പോഴും ചോദ്യാവലിയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയും. എന്ത് കോപ്പിലെ അഭിപ്രായം പറയുന്നത്? വോട്ട് ഇവിടെ നോക്കണം. വോട്ട് കിടക്കുന്ന എവിടെയാണ്? ജനാധിപത്യത്തിൽ വോട്ടിനാണ് വില, മറ്റൊന്നും വിലയില്ല. പണം കൊടുക്കണമെങ്കിൽ അതൊന്നും വിലയില്ല. വില വോട്ട് തന്നെയാണ്. എനിക്കും ടാറ്റയ്ക്കും ഒരു വോട്ടുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കി ചിന്തിക്കാതെ ഉടനെ ഒരു ചോദ്യാവലി കൊടുത്ത് അഭിപ്രായം ചോദിച്ചേക്കാണ്. നിങ്ങൾക്ക് ആരാ ഇഷ്ടപ്പെടുന്നത്, ഈ ഇഷ്ടപ്പെടുന്ന പറഞ്ഞവരൊക്കെ വോട്ട് തരുമോ? സതീഷ, രമേശേ, വേണുഗോപാൽ, ഈ പറഞ്ഞവർക്ക് വോട്ട് തരുമോ? നിങ്ങൾ വോട്ടിങ് പാറ്റേൺ പഠിക്കണം. കാരണം അല്ല വെറുതെ അഞ്ഞാവഞ്ഞ സമ്പാദിച്ച് കട്ടുണ്ടാക്കാൻ നോക്കിയാൽ പോരാ. എങ്കിലും ഇത് അടുത്ത കൊല്ലം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇതോട് തീരും. എന്നിട്ടൊരു മുസ്ലിം ചാൻസ് കൊടുക്കാതെ പിന്നെ ഷാഫിക്കോട്ട് നമ്മൾ പറയുന്നില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള മുസ്ലിം അതുകൊണ്ട് അത് നിങ്ങൾ പാർട്ടി വിശ്വാസമുള്ള ആളായിരിക്കണം, അത് കുഴപ്പമില്ല, കൊടുക്കണം. അതിപ്പോഴും ചോദ്യം തീർന്നിട്ടില്ല. ഈ അഭ്യാസം വേണ്ട. ഞങ്ങൾ മറ്റ് ഇതര സമുദായത്തിലെ ബിസിനസ്സുകാരോട് പറയുന്നത്, നിങ്ങൾ മറ്റെല്ലാവർക്കും 8% 10% കൊടുക്കുന്നവൻ്റെ അതിന് പകുതി പരിഗണനയിൽ 40% വിഭാഗത്തിൽ കൊടുത്തില്ലെങ്കിൽ ഹാക്ക് അത് സത്യമാണ്. ഞങ്ങളത് പ്രതികാരം ചെയ്യും. അങ്ങനെ ലഹള ഉണ്ടാക്കുക കൊല്ലുമല്ല, ബിസിനസ്സിൽ തോൽപ്പിച്ചോളയും. അത് ചെയ്യും. ആ സമയം നടക്കുകയും ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം വോയിസ് ഓഫ് ഇന്ത്യൻ മുസ്ലിം ജമാഅത്താണ്. ഇത് രാഷ്ട്രീയ പാർട്ടി ജനതാദൾ അതൊക്കെ ചെറിയ ശക്തി, അത് ശക്തിയുള്ള പ്രസ്ഥാനമാണ്. കോടിക്കണക്കിന് ആൾക്കാരുള്ളതാണ് അതിൽ ഞങ്ങൾ നല്ലൊരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരത് ചെയ്യും. അവർ തോൽപ്പിക്കുന്നത് പ്രതികാരം ചെയ്യാനല്ല, അവരെ പാഠം പഠിപ്പിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ
പിണറായി വരെ തോറ്റുപോയത്. പിണറായി തോറ്റതില്ലാണ്, ജയിച്ചിട്ടൊന്നുമില്ല. കാരണം 16 റൗണ്ടിൽ തോറ്റെടുക്കാൻ ജയിച്ചില്ല. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിച്ച് കൂട്ടിയത്. അത് കോൺഗ്രസിൽ പ്രേം കൊണ്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പാഠം പഠിക്കണം, കാര്യം മനസ്സിലാക്കാൻ അവർ തമ്മിൽ തല്ലാൻ പറ്റുമോ? ഹോട്ടൽ തൊഴിലാളി മുതലാളി വഴക്കുണ്ടാക്കിയാൽ മുതലാളി പോയി തല്ലാൻ പറ്റുമോ? തൊഴിലാളിക്ക് അവൻ ചെയ്യും, അടുപ്പിൽ വെള്ളത്തിനെ വയ്ക്കും. 10-500 വിലയുള്ള വെള്ളത്തിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് അത് ആവിയായി പോകും. അങ്ങനെ അതുപോലെ മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് 43 കുറച്ച് വോട്ട് കിട്ടിയത്. അപ്പോൾ അതുപോലെ ആൾക്കാർ ചെയ്യാതിരിക്കണമെങ്കിൽ, തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ അവർക്കും മാന്യമൊരു അംഗീകാരമൊന്നുമില്ല. അല്ലാതെ അവകാശം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് കൊടുക്കണില്ല, ഒരു മാന്യം അംഗീകാരം. ഇതിപ്പോൾ രവിപുരത്ത് അല്ലെങ്കിൽ പള്ളിപ്പകൽ ഉദ്ഘാടനം ചെയ്ത സ്വർണ്ണക്കട പിറ്റേ പരിപാടി ആഗസ്റ്റ് 2-ാം തീയതിയിലെ പരിപാടിക്ക് മുഖ്യ ഉദ്ഘാടന പരിപാടിക്ക് മനോരമയിൽ പരസ്യം കൊടുത്തതിൽ ഒരു മുസ്ലിം നാമധാരി വന്നു. റീഗൽ ജ്വല്ലറി വന്നില്ല. നാളെ ഉമ്മാ തോമസ് അവിടെ വലിയ പരിപാടി, ഒരൊറ്റ മുസ്ലിം ആദ്യം വന്നില്ല. ഞാൻ ചോദിച്ചത്, കാരണം ഉമ്മയോടൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാളെ മാന്യമായ സ്ത്രീയാണ്, ഒരു കുഴപ്പമില്ല. പോയി തോമസിയുടെ ഭാര്യയല്ലേ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ തോമസിയായിട്ട്. പിന്നെ അതെ. അപ്പോൾ അതുകൊണ്ട് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ പരിഗണന കൊടുത്തേ തീരൂ. കൊടുത്തില്ലെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ പ്രതികരിക്കും. അത് ഈ ആവേശം കൊണ്ട് തീവ്രവാദികൾ ജാഥ അയക്കല്ല. ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെയാണ് കാര്യം നടക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തവണയെങ്കിലും KPC പ്രസിഡൻ്റായിട്ട് ഒരു മുസ്ലിം നാമധാരിയെ പറയാൻ പറ്റില്ല. യഥാർത്ഥ മുസ്ലിം പാരില്ല, കോൺഗ്രസ് യഥാർത്ഥം ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് ചുറ്റുപാട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വലിയ പ്രതിഭാസമാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.